ഹായ് ഓൾ 2026 ജൂണിൽ സൈക്കിളിൽ നിങ്ങൾക്ക് UGC നെറ്റ് JRF ക്രാക്ക് ചെയ്യലാണ് ഉദ്ദേശം. കിട്ടണോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റൈറ്റ് പ്ലേസിലാണുള്ളത്. നമുക്കത് വാങ്ങിച്ചെടുത്തേക്കാം. ഓക്കെ, നമ്മുടെ മുന്നിലൊരു 4 മാസം ടൈം ഉണ്ട് അല്ലേ? അതായത് ഈ ഫെബ്രുവരി തൊട്ടിട്ട് മെയ് വരെ നമ്മുടെ കയ്യിൽ 4 മാസം, അതായത് 120 ഡേയ്സ് അപ്രോക്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു 120 ഡേയ്സിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് റിജിഡ് ആയിട്ടുള്ളതൊന്നുമല്ല, ഫ്ലെക്സിബിളും ആണ്, കസ്റ്റമൈസ്ഡ് ആണ്, അതേപോലെ തന്നെ ഡിസിപ്ലിൻ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ്. ഓക്കെ, അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഫെബ്രുവരി 1 തൊട്ടിട്ട് ഫെബ്രുവരി 12 വരെ ഒരു ഫസ്റ്റത്തെ ഒരു ഫേസ് ആയിട്ട് എടുക്കുക, ഒരു 10 ദിവസത്തെ ഫേസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഫെബ്രുവരി 1 to 12 നമുക്കൊരു 12 ഡേയ്സ് ഉണ്ട് അല്ലേ? അത് പോട്ടെ, അതിലൊരു 10 ദിവസം നമ്മൾ ഫൗണ്ടേഷൻ ആയിട്ട് എടുക്കുക. 12 ആകുമ്പോൾ നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ ഫേസ് 1 ക്ലിയർ ചെയ്തിരിക്കണം. അതായത് 10 ദിവസത്തെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, ബേസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഫേസ് 1-ൽ. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 120 ഡേയ്സ് ഉണ്ട്, എന്തുകൊണ്ട് 10 ദിവസത്തെ കാര്യം മാത്രം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതായത് ആദ്യം 10 ദിവസം നമുക്ക് ഫോക്കസ് ചെയ്യാം. എന്നിട്ട് അതിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താ, അതൊക്കെ നോക്കിയിട്ട് വേണം അടുത്ത ഫേസ് നോക്കാൻ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇത് കംപ്ലീറ്റ്ലി റിജിഡ് അല്ല, അത് ഇത്തിരി ഫ്ലെക്സിബിളും ആണ്. നമുക്ക് എവിടെയാണോ ചേഞ്ച് വരേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു 1 to 12-ൽ നമുക്ക് 12 ഡേയ്സ് ഉണ്ട്. അതിൽ 10 ഡേയ്സ് പഠിക്കാൻ വേണ്ടി എടുക്കുന്നു, ബാക്കി 2 ഡേയ്സ് നമുക്ക് റിവിഷൻ എടുക്കാം. ഞാൻ എന്തുകൊണ്ടാണ് 12 ഡേ എടുത്തതെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം ഓക്യുപ്പൈഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 12-ലേക്ക് എടുത്തത്. അപ്പോൾ 1 to 12. ഇനി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഈ ഫൗണ്ടേഷൻ ഫേസിൽ നമ്മൾ 10+10 യൂണിറ്റ് കവർ ചെയ്യുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു UGC നെറ്റ് JRF എക്സാമിൽ നമുക്ക് 2 പേപ്പറാണ് എക്സാമിന് വരിക, പേപ്പർ 1-ഉം പേപ്പർ 2-ഉം. ഒരു പേപ്പർ 1-ൽ 10 യൂണിറ്റ് കാണും. ഈ പേപ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ നിങ്ങളുടെ ഫോക്കസ്, അതിലെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പേപ്പർ 1 ആണ്, ജനറൽ പേപ്പറാണ്. അതിലൊരു 10 യൂണിറ്റ് ഉണ്ട്. കമ്പയറിങ് ടു പേപ്പർ 2, പേപ്പർ 1 ഈസ് ഈസി. ബിക്കോസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കത് നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് ഈ 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ 2-ൽ നിന്നാണ്. അതായത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏതാണോ അതിൽ നിന്നായിരിക്കും ഈ ഒരു 10 യൂണിറ്റ് വരിക. ഇപ്പം എൻ്റെത് മാനേജ്മെൻ്റ് ആണ്, അപ്പോൾ മാനേജ്മെൻറ്റിൽ 10 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 10 + 10 20 യൂണിറ്റ് ആണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തിൽ ഫോക്കസ് ചെയ്ത് പഠിച്ച് എടുക്കുന്നത്. ഇത് ലേണിംഗ് മോഡാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് പ്രാക്ടീസ് മോഡിന് കൂടുതലായിട്ട് ഇത് ലേണിംഗ് മോഡാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം, റീകളക്ട് ചെയ്യാനുള്ള റീകളക്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നോളജ് ബിൽഡിങ്ങും റീകളക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ 10+10 യൂണിറ്റ് കൂടാതെ വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യും. ഡെയിലി ഒരു 1 ടെസ്റ്റ് പേപ്പർ എന്നുള്ള രീതിയിൽ ചെയ്യും. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ സോൾവ് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 ക്വസ്റ്റ്യൻ ഫ്രം പേപ്പർ 1 ആൻഡ് 100 ക്വസ്റ്റ്യൻ ഫ്രം പേപ്പർ 2. ഇത് നിങ്ങൾക്കറിയാലോ, നോർമലി പേപ്പർ ഇതേപോലെ തന്നെ ഒരു ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ 150 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വരിക 3 മണിക്കൂറിനുള്ളിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ 50 ക്വസ്റ്റ്യൻ പേപ്പർ 1-ലാണ് വരിക, അത് 100 ഫ്രം പേപ്പർ 2-ന്നാണ് വരിക. അത് പേപ്പർ 1 നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പേപ്പർ 2 നിങ്ങൾക്ക് പറ്റും, കുറച്ചും കൂടി ഒന്ന് ബേസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് നിങ്ങളുടെ ഏരിയ ആണ്, സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യലാണ് ഉദ്ദേശിക്കുന്നത്. ലേണിംഗ് ആൻസേഴ്സ് ഫസ്റ്റ് ദെൻ സോൾവിങ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ടെസ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് പേപ്പർ എക്സാം മോഡിൽ ഇരുന്ന് ചെയ്യല്ല ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വരാനുള്ള ഒരു ലോജിക്കും കോൺസെപ്റ്റും പഠിക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പേപ്പർ സോൾവ് ചെയ്യാൻ വേണ്ടി പോവുക. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 10 ദിവസത്തിൽ നിങ്ങളൊരു 10 പേപ്പർ ഇതേപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല്. നിങ്ങൾ ആൻസർ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ആൻസറിലേക്ക് വരാൻ വേണ്ടി അതിനൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല, ലോജിക്ക് ഉണ്ടാവില്ലേ, അത് പഠിക്കുക. ഇനി അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ബുക്കൊക്കെ കിട്ടും. ഇപ്പം ഞാൻ ഇപ്പോൾ പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും, പിന്നെ അതേപോലെ ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ PSM പബ്ലിക്കേഷൻ്റെ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതെന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഓൺലൈനിൽ കിട്ടുമെങ്കിൽ അതാണെങ്കിലും മതി. എനിക്ക് ബുക്കും
ഹാർഡ് കോപ്പിയാണ് കുറച്ചും കൂടി കംഫർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഒന്നിലധികം ബുക്ക് ഒരിക്കലും കയ്യിൽ വെക്കരുത്. ഇപ്പോൾ പേപ്പർ 1 ഒരു ബുക്കാണെങ്കിൽ അതിൽ തന്നെ ഫിക്സ് ചെയ്യുക. പേപ്പർ 2 ഏതാണോ അത് ഫിക്സ് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് മാക്സിമം കളക്ട് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വെക്കരുത്. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി വന്നിട്ട് നമ്മളൊന്നും ചെയ്യാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഏതായാലും നമ്മൾ ഈ ഒരു പ്ലാനിൽ സ്റ്റിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു എക്സാം മോഡിലല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലേ. അപ്പോൾ പെർഫോമൻസ് ചെക്കിങ് നിങ്ങൾ ചെയ്യണ്ട. ടെസ്റ്റ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടി അത് കമ്പയർ ചെയ്യുക, അതൊന്നും ചെയ്യണ്ട. ഓക്കെ, അതൊന്നും ചെയ്യണ്ട. നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, ഈ ആൻസർ എങ്ങനെ ഇതിൽ വന്നു ജസ്റ്റ് ചെക്ക് ചെയ്യുക. തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കൂടി നോക്കുക, അത് പഠിച്ചെടുക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. റിയൽ എക്സാം സിമുലേഷൻ നമുക്ക് വേണ്ട. സാധാരണ ഒരു 3 മണിക്കൂർ വരുമ്പോൾ ടൈം സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക, അങ്ങനത്തെ അല്ലേ, അതൊന്നും വേണ്ട. നിങ്ങൾ ഈ ആൻസർ പഠിക്കുക, അതിനുശേഷം അത് സോൾവ് ചെയ്യുക, ടൈമും കാര്യങ്ങളൊന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് പഠിക്കുക. പിന്നെ അതുകൂടാതെ ഇപ്പോൾ പെർ ഡേ നമ്മൾ യൂണിറ്റ് പേപ്പർ 1 ഒരു യൂണിറ്റ്, പേപ്പർ 2 ഒരു യൂണിറ്റ്, ഒരു ടെസ്റ്റ് പേപ്പറാണല്ലോ പഠിക്കുന്നത്. എന്നിട്ട് അതേ ദിവസം രാത്രി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസും കൂടി ചെയ്യണം, അത് മറക്കരുത്. പിന്നെ കമ്പൈൻഡ് ടെസ്റ്റ് പേപ്പർ ആണെന്ന് പറഞ്ഞു, 150 ഉണ്ട്, 50 ഫ്രം പേപ്പർ 1, 100 ഫ്രം പേപ്പർ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് ഫിനാൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് പ്ലാനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയ സ്പെഷ്യലൈസേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ ഇഷ്ടം. ഇതാണ് എൻ്റെ ഒരു പ്ലാനാണ് ഇത് എൻ്റെ പ്ലാൻ. ഇപ്പോൾ 1 തൊട്ട് 10 days ഉണ്ട്. അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പേപ്പർ 1 ഇത് തന്നെയാണ് എല്ലാവർക്കും പഠിക്കാനുള്ള സിലബസ് ആണ് പേപ്പർ 1. ഇത് ഓർഡറിലല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കംഫർട്ട് അനുസരിച്ച് ഡേ 1 ഏത് യൂണിറ്റ് പഠിക്കണം, ഡേ 2 ഏത് യൂണിറ്റ് പഠിക്കണം എന്നൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ തന്നെ എനിക്ക് ഏതാണ് ഡേ 1 ഈ പേപ്പർ 1 ഇത് പഠിക്കുമ്പോൾ പേപ്പർ 2 ഏത് പഠിച്ചാലാണ് എനിക്ക് കംഫർട്ട്, അതിനനുസരിച്ചിട്ട് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു സിലബസ് മാനേജ്മെൻറ്റിൻ്റെയാണ്, എൻ്റെ ഏരിയ മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ബഫർ ഡേയ്സ് ഉണ്ട് കേട്ടോ. അത് 2 days എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമുക്ക് റിവിഷന് വേണ്ടി എടുക്കാം. ഈ 10 ദിവസം എന്തായാലും ഇതേപോലെ തന്നെ പോവുക. അതിനുശേഷം എക്സ്ട്രാ ദിവസം നിങ്ങൾക്ക് ഫെബ്രുവരി 12 വരെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് എൻ്റെ കസ്റ്റമൈസേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞ ഫിനാൻസിന് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ പേപ്പർ 2 2 യൂണിറ്റാണ് ഈ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് വരുന്നത്, അതായത് യൂണിറ്റ് 4ഉം യൂണിറ്റ് 5ഉം. അപ്പോൾ അത് ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് 4 days യൂണിറ്റ് 4 ഉണ്ടല്ലോ അതിന് 4ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ പാർട്ടും ഞാൻ ഈ ആദ്യത്തെ ഫസ്റ്റ് 4 days കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകും. പിന്നെ അടുത്ത 4 ദിവസങ്ങളിൽ അടുത്ത ഈ യൂണിറ്റ് ഉണ്ടല്ലോ വാല്യൂ ആൻഡ് റിട്ടേൺസ്, അത് ഇതേപോലെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് 5 to 8 days ഞാൻ ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡേ 9 ഞാൻ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും, ഒന്നും കൂടി ഡീപ്പായിട്ട്. ആൻഡ് ഡേ 10 ഞാൻ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യും. ഇത് പേപ്പർ 2 എൻ്റെ സ്പെഷ്യലൈസേഷൻ ആണ്. നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു നമുക്കുണ്ടാവില്ലേ എവിടെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മുടെ ഫ്യൂച്ചറും കൂടി വെച്ചിട്ടായിരിക്കും. ഇപ്പം എൻ്റെ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ടെസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, പഠിക്കുക ആൻഡ് സോൾവ് ചെയ്യുക, ലോജിക്ക് ഫസ്റ്റ്, പിന്നെ ആൻസർ ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യം. ഇത് എക്സാക്ട് പ്ലാൻ. ഫെബ്രുവരി 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഫെബ്രുവരി 12 നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. 2 days ഞാൻ ബഫർ ഡേയ്സ് ആയിട്ട് കൊടുത്തു, ഫെബ്രുവരി 5 ആൻഡ് ഫെബ്രുവരി 7. ഇനി എങ്ങാനും ഓക്യുപ്പൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 1 to 10 നമ്മൾ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് 2 days നമ്മൾ റിവിഷന് വേണ്ടി കൊടുക്കും. ഇനി അതല്ല ഇത് ഓക്യുപ്പൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ പോകും. ഇപ്പം എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേഞ്ച് വരുത്തുക. അപ്പോൾ ഈ ഒരു പ്ലാൻ നമ്മൾ സ്റ്റിക്ക് ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവറേജ് കിട്ടും പേപ്പർ 1 പേപ്പർ 2. പിന്നെ എൻ്റെ കസ്റ്റമൈസേഷൻ, അതായത് ഫിനാൻസിൽ എനിക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട്
നോളജ് കിട്ടും. ആൻഡ് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 10 ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ഇൻറ്റു 10 എത്ര 1500 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് എവിടെയും കിട്ടില്ല. നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റിക്ക് ടു ദ പ്ലാൻ, എൻ്റെ കൂടെ തന്നെ നിൽക്കുക. നമുക്ക് ഈ GRF ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇനി അടുത്ത സൈക്കിളിലേക്ക് ഇനി മാറ്റി വെക്കണ്ട, ഈ സൈക്കിളിൽ തന്നെ അങ്ങോട്ട് കിട്ടും. ഓക്കെ, UGC നെറ്റ് GRF ക്രാക്ക് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.